നമസ്കാരം, ആരോഗ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പണിമുടക്ക് ദിവസം ഞങ്ങൾ ഊട്ടിയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്രയുടെ ബാക്കി വീഡിയോ ആണിത്. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിൽ പറയുന്ന പോലെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആസ്വദിക്കേണ്ട ഒരു റോഡാണത്. ഊട്ടിയിലെത്തുന്നതിന് മുന്നേ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വിൽപ്പണ്ട് കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആനന്ദേട്ടൻ. അപ്പോൾ ആ കട കണ്ടപ്പോൾ സൈഡിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ കയറി നല്ലൊരു കോഫിയും കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കും ഞാൻ വണ്ടറടിച്ചത്. ഞാൻ വിചാരിച്ചത് ഒരു കുഞ്ഞു കടയായിരിക്കും, ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഞാൻ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. മിൽക്ക് പെണ്ണ് കഴിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പോഴേക്ക് എന്തെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. മാഡം എന്താണ് മാഡം വാങ്ങാൻ പോകുന്നത്? അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് നീലഗിരി റേഞ്ചിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്കാണ്, ദോഡാബേട്ട. ഈ ദോഡാബേട്ട എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉയരം കൂടിയ മലനിരകൾ എന്നാണ്. ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് രണ്ട് സൈഡിലും ചെറിയ കടകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊട്ടിയിൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ദോഡാബേട്ട വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങോട്ടുള്ള വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. വന്നിട്ട് ഇപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അന്ന് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നത്, അച്ഛനും അമ്മയും അനിയനൊക്കെ കൂടെ. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അന്ന് എനിക്കിത് ദോഡാബേട്ടയെന്ന് അറിയുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ദോഡാബേട്ടയാണ്. ഭയങ്കര ചൂടല്ലേ? ചെറിയ തണുപ്പുണ്ടായിട്ടും ഐസ്ക്രീമിന്റെ ഷോപ്പ് കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാനൊരു പൂതി. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വ്യൂ പോയിന്റിലേക്ക് നടന്നു. കുറച്ചു നേരം അവിടെ ഐസ്ക്രീം കഴിച്ചു വന്നപ്പോഴേക്ക് നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. തണുപ്പും ഐസ്ക്രീമും എല്ലാം കൂടെ രോമാഞ്ചം വരുന്നുണ്ടോ നോക്കിക്കുമായിരുന്നു. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് മാഗ്നറ്റിന്റെ കളക്ഷൻ്റെ ഒരു കട കണ്ടു. അങ്ങനെ അവിടുന്ന് 2 മാഗ്നറ്റും വാങ്ങി താഴേക്ക് നടന്നപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരുന്ന് കടല വേവിക്കുന്നുണ്ടായിരുന്നു. കടല വേവിച്ച് അതിലെന്തൊക്കെയോ മസാലകളും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്കൊരു പ്ലേറ്റ് തന്നു. അതും വാങ്ങിക്കഴിച്ച് അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് ഒരു മുരുകന്റെ ക്ഷേത്രത്തിലേക്കാണ്.
ആളുകളെയൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഈ അമ്പലം അടച്ചിട്ടുണ്ടാവുന്നതാണ്. നമ്മളുടെ ഊട്ടി റൂട്ടിലുള്ള ഒരു മുരുകക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ മലേഷ്യയിലെ ബാത്തു കേവ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മുരുകൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗൂഗിളിൽ കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. നമുക്ക് അവിടുത്തെ വിഷ്വൽസ് കൂടി കാണാം. പിന്നെ കുറച്ച് റീൽസ് എടുക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നടപടിയാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ലാലേട്ടന്റെ തുടരുന്നുള്ള സിനിമയിലെ പാട്ടിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി എവിടെ പോകുന്ന ആലോചിച്ചപ്പോഴാണ് മോദീസ് കഫേയുടെ കാര്യം ഓർമ്മ വന്നത്. ഊട്ടിയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ മോദീസ് കഫേയിൽ കയറാറുണ്ട്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, മാത്രമല്ല ഒടുക്കത്തെ വിലയാണ്. ഇവർ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. ഈ ചില്ലുകൂട്ടിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആകെ കൺഫ്യൂഷൻ ആവും, ഇനി എന്ത് കഴിക്കുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വടാപാവും നല്ല ചൂടുള്ളൊരു കേക്കും കഴിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ചൂടുള്ള കേക്കല്ല, അതിന് മുകളിൽ ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കുന്നതാണ്. Blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze. ചെറുതായിട്ടൊന്ന് വിശപ്പടങ്ങിയപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ നേരെ ലൗഡയിലേക്ക് വിട്ടു. വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ടിട്ടുള്ള ലൗഡയിൽ ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ട്രെയിൻ ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ എത്തി ട്രെയിൻ കാണണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറണമെന്നുണ്ടെങ്കിലോ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും ടിക്കറ്റ് എടുത്തു. പക്ഷെ 15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് ട്രെയിൻ വരും. അതുവരെ റെയിൽവേ പാളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ഞങ്ങൾ കുറേ നേരം ട്രെയിൻ കാത്തു നിന്നു. അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ ലൗഡയിൽ വന്നിട്ട് കിഴക്കൻ സിനിമയിലെ ഡാൻസും കളിച്ചിട്ട് നാട്ടിലേക്ക് പോവാണ്. ബൈ ഫ്രം ആരോഗ്യ സ്റ്റോറീസ്.